നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ലഭിക്കും. ജനുവരി മാസം മുതൽ നിരവധി മാറ്റങ്ങൾ, 4 പ്രധാന തീരുമാനങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. എല്ലാ LPG ഗ്യാസ് ഉപഭോക്താക്കളും തന്നെ പ്രത്യേകമായി ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലും എല്ലാ സർക്കാർ അറിയിപ്പുകളും ലഭ്യമാവുന്നതാണ്. അതിനായി www.janakshemamedia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, വീട്ടിലോ സ്വന്തം സ്ഥാപനത്തിലോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവരെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാണ്. പക്ഷേ 95% ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് സത്യം. LPG ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. LPG കണക്ഷൻ എടുക്കുമ്പോൾ മുതൽ ആ ഒരു വ്യക്തി ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിരിക്കും. പബ്ലിക് ലയബിലിറ്റി പോളിസിയുടെ ഭാഗമായാണ് ഓയിൽ കമ്പനികൾ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത്. LPG സിലിണ്ടർ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. അതായത് അപകടമുണ്ടാകാൻ പ്രധാന കാരണക്കാരൻ ഗ്യാസ് ആയിരിക്കണം. അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ അകപ്പെട്ടാൽ ഇൻഷുറൻസ് ലഭിക്കുകയില്ല. നിങ്ങളുടെ ഏജന്റിനെ സമീപിച്ചാൽ ഇൻഷുറൻസ് സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും ലഭിക്കുന്നതാണ്. ഒരു അപകടം സംഭവിച്ചാൽ അതിന് പരമാവധി 50 ലക്ഷം രൂപയാണ് പരിരക്ഷ ലഭിക്കുന്നത്. അപകടത്തിന്റെ വ്യാപ്തി, അപകടം മൂലം ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചു മാത്രമേ നൽകേണ്ട തുക എത്രയെന്ന് തീരുമാനിക്കൂ. മരണപ്പെട്ടാൽ വ്യക്തിയുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് ലഭിക്കുക. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വന്നാൽ 30 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും. എന്നാൽ ഒരു വ്യക്തിക്ക് പരമാവധി 2 ലക്ഷം രൂപ മാത്രമാകും ഇത്. ഇതൊന്നുമല്ലാതെ അടിയന്തര ചികിത്സാ സഹായവും ലഭിക്കും. ആളൊന്നിന് പരമാവധി 25,000 രൂപയായിരിക്കും ഈ ഒരു ഇനത്തിൽ ലഭിക്കുക. ആളുകൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കൊപ്പം വസ്തുവകകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും പരിരക്ഷ ലഭിക്കും. അംഗീകൃത ഏജൻസിയിൽ നിന്ന് വാങ്ങിയ ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടാകുന്ന അപകടമാണെങ്കിൽ നാശനഷ്ടങ്ങൾക്ക് പരമാവധി 2 ലക്ഷം രൂപയാണ് ലഭിക്കുക. സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയോ ഗ്യാസ് ലീക്ക് മൂലമുണ്ടാകുന്ന അഗ്നിബാധയ്ക്കോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. നിങ്ങൾ എവിടെ നിന്നാണോ കണക്ഷൻ എടുത്തത് അതേ പരിസരത്ത് തന്നെയായിരിക്കണം അപകടം സംഭവിച്ചും എങ്കിൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ട്യൂബ്, റെഗുലേറ്റർ, അടുപ്പ് എന്നിവ ISI മുദ്രയുള്ളതായിരിക്കണം. ഇവയില്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഉപഭോക്താവിന്റെ അശ്രദ്ധ മൂലമല്ല അപകടം ഉണ്ടായതെന്ന് തെളിയിക്കുകയും വേണം. അപകടം ഉണ്ടായാൽ ഉടൻ ഏജൻസിയെയും പോലീസിനെയും അറിയിക്കണം. കേസ് സംബന്ധിച്ച വിവരങ്ങൾ ഏജൻസി എണ്ണ കമ്പനികളെ അറിയിക്കും. എണ്ണ കമ്പനിയുടെ പ്രതിനിധി സ്ഥലത്തെത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കും. അപകടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അയാളുടെ അല്ലെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പോലീസ് ഇൻക്വസ്റ്റ് രേഖകളുടെ ഒറിജിനൽ എന്നിവ സമർപ്പിക്കണം. ഇനി പരിക്കേറ്റ് ചികിത്സ തേടിയാൽ മെഡിക്കൽ ബില്ലുകൾ, പരിശോധന സംബന്ധിച്ച് ഡോക്ടർ നൽകുന്ന വിവരങ്ങൾ, ഡിസ്ചാർജ് സമ്മറി തുടങ്ങിയവയുടെ ഒറിജിനൽ സമർപ്പിക്കണം. ഇതെല്ലാം കഴിയുമ്പോൾ മോട്ടോർ ആക്സിഡന്റ് ഇൻഷുറൻസ് ചെയ്യുന്നത് പോലെ ഒരു അംഗീകൃത സർവേയറെ നിയോഗിക്കും. അയാളുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കിയാൽ കർശനമായിട്ടുള്ള നടപടി എടുക്കും. സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ച് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ചാർജ് ഒന്നും തന്നെ ഈടാക്കരുത്. ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ. ഗ്യാസ് ഏജൻസികളിൽ നിന്ന് 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും, 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും, 15 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും, 20 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ 60 രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നൽകേണ്ടുന്ന തുക. ഇങ്ങനെയുള്ള തുക ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കും. ബില്ലിൽ ഇല്ലാത്ത ഒരു തുകയും ഉപഭോക്താവ് നൽകേണ്ടതുമില്ല. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസികൾക്കെതിരെ പരാതി നൽകാൻ സാധിക്കും.
അടുത്തതായി വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിലാണ് ഈ ഒരു വർധനവ് രേഖപ്പെടുത്താറുള്ളത്. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 111 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ജനുവരി 1 മുതൽ തന്നെ ഈ ഒരു വില പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ 14 കിലോ ഗാർഹിക LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ദില്ലി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ വില വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ദില്ലിയിൽ 1580 രൂപ 50 പൈസ ലഭ്യമായിരുന്ന 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് ഇനി മുതൽ 1691 രൂപ 50 പൈസ നൽകണം. തിരുവനന്തപുരത്ത് 1719 രൂപയാണ് നൽകേണ്ടത്. ഡിസംബറിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട LPG സിലിണ്ടറുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.